പ്രശാന്ത്, ഈ വന്ദേമാതരത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ദേമാതരം അത് നമ്മുടെ ദേശത്തോടുള്ളൊരു ആദരവാണ്. ഇത് ചിലർക്ക് അസഹിഷ്ണുത, അതിനകത്തൊരു മുഖം തിരിക്കൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്തും ചില സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അത് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഈ സോണിയാഗാന്ധി വന്ദേമാതരത്തിന് വേണ്ടി രക്തസാക്ഷിയാവാൻ പോവുകയാണ്. ഗാർഖയും കൂടെ ഈ വന്ദേമാതരം ഒരു വലിയ വിഷയമാണ്. വന്ദേമാതരം ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ മാറുകയാണ്. ആണ് 1966 കാലഘട്ടത്തിലെങ്ങാണ്ടാണ് ഇതിനൊരു പ്രസക്തി വന്നത്. ബംഗാൾ വിഭജന കാലത്ത് വന്ദേമാതരം അത് വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കി. അതിനുശേഷം എനിക്കൊന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നിടം വരെ ഈ വന്ദേമാതരം വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ പാട്ടിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു വികാരം തന്നെയാണല്ലോ ഈ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ. അപ്പം അതിനകത്തെ ആ പാട്ടിനകത്ത് നമ്മുടെ ഇന്ത്യയെ സ്തുതിക്കുന്നതിനോടൊപ്പം, ഇന്ത്യൻ സംസ്കാരത്തെ സ്തുതിക്കുന്നതിനോടൊപ്പം ഇല്ലേ, നമ്മൾ പറഞ്ഞതുപോലെ കേൾക്കുമ്പോൾ ചിലർക്ക് ചില വർഗീയമായിട്ട് തോന്നുന്ന ഒരു വിഷയമുള്ളൂ. അതിനകത്ത് വർഗീയതയൊന്നും ഇല്ല. അപ്പം അത് ഒന്നുമില്ലെങ്കിലും അവനോനെ ആരെങ്കിലും ധരിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനകത്തൊരു ദേവിയോ ദുർഗയോ ഒക്കെ ഉണ്ടാകുന്നതിനകത്ത് അങ്ങനെ പാടണ്ടെന്ന് വിചാരിച്ചിരുന്നല്ലോ സാറേ. ഇവിടെ നിന്നിട്ട് ഈ വന്ദേമാതരത്തിനെ ആദ്യം എതിർത്തവർ, ആദ്യം പറഞ്ഞവർ, അവരാണ് ഇവിടെ ഇന്ത്യ വിഭജനം നടത്തിയത്. ഇന്ത്യ വിഭജനം നടത്തിയവർ വെളിയിൽ പോയി. അവരെയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ്, ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജനം നടത്തുന്നത്. അവരാണ് ഈ വന്ദേമാതരത്തിനെ ആദ്യം എതിർക്കുന്നത്. കോൺഗ്രസ് ഇപ്പം ഞാൻ പറയുമ്പം ഈ കോൺഗ്രസിനകത്ത് ആദ്യം പാടുന്നത് വന്ദേമാതരമായിരുന്നു. 150 കൊല്ലത്തെ പഴക്കമാണല്ലോ ഉള്ളത്. ടാഗോർ ഇത് രചിച്ച് വെളിയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ടാഗോർ തന്നെയല്ലേ ഈ വന്ദേമാതരം കോൺഗ്രസിന്റെ ആദ്യത്തെ ഒരു മീറ്റിങ്ങിനകത്ത് പാടുന്നേ. അപ്പം കോൺഗ്രസ് പാടിക്കൊണ്ടിരുന്ന അതിനകത്തു നിന്ന് ഈ വന്ദേമാതരം മൊത്തത്തിൽ പാടാൻ പറ്റത്തില്ല എന്ന് കോൺഗ്രസിനകത്തു നിന്ന് അഭിപ്രായം വരുന്നത് തന്നെ അതിനകത്തൊരു ധ്രുവീകരണം ഉണ്ടായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ധ്രുവീകരണം ഉണ്ടാക്കിയവർ ഈ ഇന്ത്യ വിഭജനത്തിന് വരെ കാരണമായി. അതിനുശേഷം ഈ പറയുന്ന ദേശീയ ഗീതം ഇവിടെ പാടാൻ പറ്റത്തില്ല എന്ന് ആര് പറയുന്നോ അവർ ഇന്ത്യയെ വീണ്ടും വിഭജിക്കാൻ നിൽക്കുന്നവരെന്നല്ലേ നമുക്ക് കരുതാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് മുസ്ലിം ലീഗിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കൂ, കേരളത്തിൽ ഇപ്പം സതീശനെ കൊണ്ട് പാടിക്കാത്ത മുസ്ലിം ലീഗ് എന്ന് പറയും. പക്ഷേ മൊത്തത്തിൽ പാടണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നതും അല്ലെങ്കിൽ വന്ദേമാതരം പാടത്തില്ലെന്ന് ഉറക്കെ വളരെ വലിയ വലിപ്പത്തിൽ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന കെ സി വേണുപോലൊക്കെ ഈ കേരളത്തിൽ നിന്നല്ല പറയുന്നത്. എവിടെ നിന്നാണ് പറയുന്നത്? ഗാർഖെ പറയുന്നത് കേരളത്തിൽ നിന്നാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം സതീശൻ എന്ന് പാടിയില്ലല്ലോ. സതീശൻ എന്ന് വന്ദേമാതരം കഴിഞ്ഞ ദിവസം പറഞ്ഞു പാടുമോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞ് കാണിച്ചു തരാമെന്ന്. വന്ദേമാതരം പാടിയില്ലല്ലോ. അപ്പൊ ഇന്ന് കേരളത്തിൽ ഉടത്തും പാടിയില്ല. അപ്പൊ വളരെ കൃത്യമായിട്ട് വന്ദേമാതരം പാടിയ എന്തെങ്കിലുമൊക്കെ നടക്കും, അല്ലെ പാടാമോ എന്ന് പറഞ്ഞിട്ട് CPM നിന്നപ്പോൾ സതീശൻ പാടിക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ CPM-നെ സതീശൻ തോപ്പിച്ചു. വന്ദേമാതരം പാടിച്ചില്ല. CPM-നും വന്ദേമാതരം പാടാൻ പാടില്ല, കോൺഗ്രസിനും വന്ദേമാതരം പാടാൻ പാടില്ല. വന്ദേമാതരം പാടണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇന്ത്യ വിരുദ്ധരെന്നും അല്ലെങ്കിൽ ആ ആൾക്കാരായിരുന്നു പാകിസ്ഥാൻ ഉണ്ടാക്കിയെന്നും അതിനുശേഷവും ഇവിടെ വന്ദേമാതരം പാടുന്നതിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മളെങ്ങനെ ദേശസ്നേഹികൾ എന്ന് പറയാനൊക്കെ ആ അസ്വസ്ഥയായിരുന്നു സോണിയാഗാന്ധിയും ഗാർഖയും AICC ഓഫീസിൽ കാണിച്ചത്. ഈ സോണിയാഗാന്ധിയും ഗാർഖയും അല്ലെങ്കിൽ AICC തീരുമാനിച്ചിരിക്കുന്ന വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ലൈൻ മാത്രാൻ പടിയെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അത്രയ്ക്ക് തുട്ടൂരം ഇന്ത്യയിലുടനീളം കൊടുത്തിരിക്കുമ്പോൾ കോൺഗ്രസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരാ സാറേ കയറി ഇടപെട്ടെ? അല്ലെ, ഈ പാടിക്കാൻ അതിനകത്ത് നിന്നവരുടെ ആൾക്കാരില്ലയോ, പാടണമെന്ന് പറയുന്നവരുടെ ആൾക്കാരില്ലയോ? AICC പ്രസിഡന്റ് തടഞ്ഞിട്ടും സോണിയാഗാന്ധി തടഞ്ഞിട്ടും വന്ദേമാതരം നിർത്താൻ പാടാൻ നിന്നവർ തയ്യാറായില്ല AICC ഓഫീസിൽ. അപ്പൊ അതിനകത്ത് എന്താണ് സംഭവിച്ചത്? ഇതെന്തൊരു സർജിക്കൽ സ്ട്രൈക്കാണ്. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഈ റേഡിയോ കേൾക്കാൻ തുടങ്ങുന്ന കാലം രാവിലെ 5:50 വന്ദേമാതരത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. കോൺഗ്രസ്സുകാരാണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത് ഒക്കെ. പക്ഷെ അതിനകത്ത് എത്ര ലൈൻ ഉണ്ടെന്നുള്ള കാര്യം അവസാനം ഇല്ല. അതിനകത്ത് ആ ലൈനുകൾക്കകത്ത് സാറി പറയുന്ന 4 ലൈനുകൾക്കകത്ത് തീരുക. അതിന് പുറകോട്ടുള്ള ലൈനുകൾ മുഴുവനായിട്ട് ആലപിച്ചേ പറ്റൂ. വന്ദേമാതരത്തെ ധിക്കരിച്ചാൽ 3 കൊല്ലം തടവാണ്. ഇത് നിയമമാക്കി കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത്
ഈ പറയുന്ന വളരെ സീനിയറായിട്ടുള്ള രാജ്യസഭാ പ്രതിപക്ഷ നേതാവും വളരെ വലിയ പഴക്കമുള്ള പ്രധാനമന്ത്രിയുടെ പോലും ഭാര്യയായിട്ട് ഇരുന്നിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ഒരു വീട്ടിൽ ഇപ്പോഴും എം പി ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് മൂന്നോ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി 3 പേര് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവർക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ നിയമമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പാസ്സാക്കി, അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് പാസ്സായപ്പോൾ അവരത് അംഗീകരിക്കണം. ഒരു നിയമമോ മനസ്സിലായി, കോടതി നമ്മൾ അംഗീകരിക്കുന്നത്. അതിനെക്കാട്ടി വലിയ നിയമനിർമ്മാണ സഭയാ അത് അവർ അംഗീകരിക്കത്തില്ല. അവരവിടെ കാണിച്ച പേക്കൂത്ത്. ഇവർക്കെതിരെ ഇന്നത്തെ നമ്മുടെ പാസ്സാക്കിയ നിയമം അനുസരിച്ച് അവർക്കെതിരെ കേസെടുക്കാം. വന്ദേ മാതരം ആരംഭിക്കുമ്പോൾ അതിന് അതിനെ ബഹുമാനിച്ചില്ല, അതിന് തടസ്സം ഉണ്ടാക്കുന്നു, നിർത്താൻ പറയുന്നു. ഇത് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക. സോണിയാഗാന്ധി പറയുന്നത്, ഖാർഗെ പറയുന്നത്. പക്ഷെ രാഹുൽ ഗാന്ധി അവിടെ മിണ്ടുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. അയാൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. അയാൾ ഒന്നും അറിയാതെ നിൽക്കുക. സാധാരണ മനസ്സിലായി, അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നത്, അയാൾ ഒന്നും അറിയാൻ നിൽക്കുക. അപ്പം ഇയാൾക്ക് ഇത് ഞാൻ ഒറ്റച്ചാരി ഇത് അവർ ചെയ്തത് ഏറ്റവും വലിയ കാര്യമാണ്. അതിനെതിരെ കേസെടുക്കാം. അത് അമിത്ഷായ്ക്ക് തീരുമാനിക്കാം. കാരണം ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. സാധാരണക്കാരനല്ല, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത വിവരമില്ലാത്ത ആളല്ല, വളരെ കാലത്തെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടിരുന്നിട്ടുള്ള രാഹുൽ ഗാന്ധി പറയുന്നോളാം, ഞാൻ സിസ്റ്റത്തിന്റെ ഭാഗത്തുമായിട്ട് നിന്നിട്ടുള്ള ആളാണ്. അത് സിസ്റ്റത്തിന്റെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയല്ലായിരുന്നു. അല്ല, ഈ പാർലമെന്റ് കണ്ടില്ലേ, പാർലമെന്റ് കഥ എല്ലാവരും എന്താ എതിർക്കാന്, എന്താ പാടാതിരിക്കാന് ഈ പറഞ്ഞില്ല, ഈ പാർലമെന്റിൽ പാടത്തില്ല, വെടിവെച്ചാലും പാടത്തില്ല എന്ന് പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ, എന്തിനു കാര്യത്തിൽ മുട കാണിക്കുന്ന ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, അല്ലെങ്കിൽ KC വേണുഗോപാൽ ഉൾപ്പെടെ, പ്രതിപക്ഷത്ത് OIC ഉൾപ്പെടെ എണീറ്റ് നിന്നല്ലോ. OIC വലിയതാക്കാനാണ് എന്റെ അഭിപ്രായം. ഇതിൽ പോയതല്ലേ, പിന്നെ നമ്മുടെ ഓപ്പറേഷൻ പോയപ്പോ അയാൾ പറഞ്ഞു, ഇന്ത്യക്കകത്തുള്ള മുസ്ലിങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം, ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലെങ്കിലേ ഞങ്ങൾ ഇവിടെ പറഞ്ഞോളാം, നീ ഒന്നും കയറി വന്ന് ഇവിടെ പറയണ്ട. മുഹമ്മദ് ബഷീർ പറഞ്ഞ എങ്ങനെ, സൗദി അറേബ്യയിൽ നിന്നായാലും ഇവിടുത്തെ മുസ്ലിമിന്റെ കാര്യം അവിടുന്ന് ഇവിടെ തീരുമാനിക്കണ്ട, ഇത് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരിടമുണ്ട്. അങ്ങനെ മുസ്ലിം പറയുമ്പോഴാണ് ആ മുസ്ലിമിനോട് നമുക്ക് അഭിമാനം തോന്നുന്നു. അങ്ങനെ ഇവിടുത്തെ വിഷയം ഇവിടെ പറയട്ടെ, ന്യായമായ വിഷയം ഇവിടെ പറയാമല്ലോ. അവരുടെ രാജ്യം കൂടെ അല്ലേ ഇന്ത്യ, അവരുടെ ഭാഗമല്ലേ ഇന്ത്യ. ഇവിടെ നിന്നുകൊണ്ട് ഇന്ത്യയെ മറ്റാർക്കെങ്കിലും ഒറ്റി കൊടുക്കുന്ന പണി കാണിക്കുന്നതിനല്ലേ നമ്മൾ ഇന്ത്യക്കാരനില്ലാതെ കാണാൻ നോക്കൂ. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ക്രിസ്ത്യാനിയെ ഇന്ത്യക്കാരനില്ലാതെ കാണാൻ പറ്റുമോ? ഇന്ത്യ മുസ്ലിം അവൻ ഇന്ത്യയിലെ മുസ്ലിം ഇന്ത്യക്കാരനില്ലാതെ കാണാൻ ഒക്കത്തുള്ളൂ. ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്കെതിരെയുള്ള പണി, അതായപ്പം ഈ കാണിച്ചത്, ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് 150 കൊല്ലം പഴക്കമുള്ള ഒരു ഗീതം, ഇന്ത്യയുടെ സംസ്കാരത്തിന് ഭാഗമായിട്ടുള്ള ഗീതം, അതിനകത്ത് തർക്കമോ മറ്റു പല ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു നമുക്ക് മൊത്തത്തിൽ നമ്മുടെ പാർലമെന്റ് ഉൾപ്പെടെ ഉള്ളത് തീരുമാനിച്ചു കഴിയുമ്പോൾ അതിനകത്ത് വീണ്ടും വെല്ലുവിളി നടത്തുക എന്ന് പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധ ശക്തികളുടെ പണിയാണ്. ആ രാജ്യവിരുദ്ധ ശക്തികളുടെ പണി നടത്തുന്നത് സോണിയാഗാന്ധി ആയാലും ഖാർഗെ ആണെങ്കിലും അവർക്ക് വേണ്ട ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പണിയാണ്. കാരണം ഇതിനകത്ത് ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പണി തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. മനസ്സിലാവുന്നു? ലോകത്തിലുള്ള മാധ്യമങ്ങൾ മൊത്തം ഒപ്പിയെടുത്തിട്ടുണ്ട്. വന്ദേ മാതരത്തെയും അല്ലെങ്കിൽ നമ്മുടെ ഈ ദേശീയ ഗാനത്തെയൊക്കെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടന വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പം ഈ സോണിയാഗാന്ധിക്ക് ഇത് കേസെടുക്കാം, ഡൽഹി പോലീസിന് വേണേ ACC ആഫീസ് വളയാം, സോണിയാഗാന്ധിയുടെ വീട് വളയാം, അറസ്റ്റ് ചെയ്യാം, അതിന് മറുപടി പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഏതായാലും വലിയ പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും ബാക്കിയാണ്, സാറിന്റെ വീട്ടിലൊരു ചടങ്ങ് നടത്തുമ്പോൾ അത് എങ്ങനെ നടത്തണമെന്ന് സാറാ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ വന്ദേ മാതരം ഇവിടെ പാടുമ്പോൾ 4 ലൈൻ മാത്രം പാടിയാൽ മതിയെന്ന് ACC ഓഫീസിൽ തീരുമാനം എടുപ്പിക്കാൻ ACCയുടെ പ്രസിഡന്റിനും അതിനപ്പുറം നിൽക്കുന്ന സോണിയാഗാന്ധിക്കും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അതായത് RSSകാരൻ കയറി വന്ദേ മാതരം ACC ഓഫീസിൽ പാടിപ്പിച്ചോ എന്ന് ആലോചിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.